ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ വർഷയെ കൊണ്ട് വീട്ടിലാക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട് ചന്ദ്രയോട്. അപ്പോൾ ആവശ്യപ്പെടുന്നത് അവിടെ സച്ചി ഉണ്ടാവരുത് എന്നൊരു കാര്യമാണ്. അപ്പോൾ ചന്ദ്ര അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിരാവിലെ തന്നെ ചന്ദ്രയാണെങ്കിൽ അവർ വരുന്നതിൽ വീട്ടിലുള്ള ആരോടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവർ വരുന്ന ആ ഒരു ഉത്സാഹത്തിലൊക്കെ തന്നെയാണ് ചന്ദ്ര. ആ സമയത്ത് സച്ചി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടി മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് വേഗം തന്നെ ചെല്ലുകയാണ് ചന്ദ്ര. അവിടെ രേവതി ആണെങ്കിൽ ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. കഴിഞ്ഞില്ലേ രേവതി, അവനുള്ളതൊക്കെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വലിയ ആകാംക്ഷയോട് കൂടി തന്നെ. അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ഉവ്വ ആയി എന്ന് പറയാണ്. എന്നാൽ വേഗം അവൻ എടുത്തു കൊടുക്കുക, ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ കൊണ്ടുവയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മുടെ സച്ചിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി അതുപോലെ തന്നെ സച്ചി ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോഴും വേഗം കഴിക്കടാ എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്ര. അപ്പോൾ ആകെ അതിശയത്തോടു കൂടി നോക്കുന്നുണ്ട്, ചെറിയൊരു സംശയത്തോടു കൂടിയൊക്കെ സച്ചി ചന്ദ്രയെ നോക്കുകയാണ്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നത്. അപ്പം എന്ത് എന്ന് ചോദിക്കുമ്പോൾ രേവതിയുടെ കയ്യിലൊരു നുള്ളു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പം രേവതി അയ്യോ എന്ന് പറയുമ്പോഴും അപ്പം സത്യം തന്നെയാണ്, സ്വപ്നമല്ല എന്നിങ്ങനെ സച്ചി പറയാണ്. അതിനുശേഷം എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, എൻ്റെ മുഖം കാണാൻ സച്ചിയുടെ പോലെ തന്നെയല്ലേ, എൻ്റെ മുഖം സുധിയുടെ മുഖമായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ അമ്മയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം സ്നേഹമൊക്കെ അത്ര അധികം കൂടുതലാണ് ആ സമയത്ത്. അപ്പോൾ പറയുന്നുണ്ട്, നീ വെറുതെ തമാശ കളിക്കാതെ വേഗം ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് പോവാൻ നോക്കിയടാ, നിനക്ക് വേഗം ജോലിക്ക് പോകേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് 10 മണിക്കാണ് ഓട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 10 മണിക്ക് എന്നുള്ള 10 മണിക്ക് തന്നെ പോകുന്നും വേണ്ട, ഇത്തിരി നേരത്തോടെയൊക്കെ ഇറങ്ങാം, ചിലപ്പോൾ വല്ല ബ്ലോക്കൊക്കെ കിട്ടിയാലോ എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്. വരാമെന്ന് സച്ചി പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ രേവതി, നീ എന്തായാലും ഭക്ഷണമൊക്കെ ആയിട്ടില്ലേ, നീ അതൊരു കെട്ടിപ്പൊതിഞ്ഞ് എന്തെങ്കിലും കൊടുത്തയച്ച് എന്തിനാ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം, വെറുതെ പെട്രോളൊക്കെ കത്തിച്ചിട്ട് എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ സച്ചി ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ രേവതി ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം എടുത്ത് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. രേവതിയോട് യാത്ര പറഞ്ഞിട്ട് പോകണം, എവിടേക്ക് പോകുമ്പോഴും രേവതിയോട് യാത്ര പറഞ്ഞിട്ട് പോകണമെന്ന് രവീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ രേവതി ഞാൻ പോയിട്ട് വരാട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര വേഗം പൊക്കോടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ്റെ അരികിലേക്ക് വന്നിട്ട് അച്ഛാ ഞാൻ പോയിട്ട് വരാട്ടാ എന്ന് പറയുന്നു. അപ്പോൾ സുധി വരുന്നുണ്ട് അവിടേക്ക്. സുധി ഞാൻ പോയിട്ട് വരാട്ടാ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയോടും ഇങ്ങനെ പറയുന്നുണ്ട്, പോയിട്ട് വരാട്ടാ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആന്ന് പറയുമ്പോളെ ശ്രുതി എന്ന് പറയാണ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ തലാട്ടാണ്. അപ്പോൾ ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും സച്ചിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. തന്നെ ഇവിടുന്ന് എന്തോ ഒഴിവാക്കാനുള്ള പരിപാടിയിൽ തന്നെയാണ് തൻ്റെ അമ്മ എന്ന്. അങ്ങനെ കുറച്ച് ദൂരം പോയതിനു ശേഷം വീണ്ടും തിരികെ മടങ്ങി വരിക. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. രേവതിയൊക്കെ ഭയങ്കര പേടിച്ചിട്ട് ചെല്ലാണ് സച്ചിയുടെ അരികിലേക്ക്. എനിക്ക് വയറിനൊരു സുഖമില്ല, എനിക്ക് ഞാൻ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ആകെ ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്ര ഒരു ആശ്വാസത്തിലായിരുന്നു, സച്ചി പോയല്ലോ, ഇനിയിപ്പോൾ അവർ വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ വേഗം ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ വേഗം പുറത്തു നിന്ന് വാതിൽ കുറ്റിയിടുകയാണ്. ആ സമയത്ത് തന്നെ അവിടേക്ക് വർഷയും അമ്മയും അതുപോലെ ശ്രീകാന്തും കൂടി വരികയാണ്. അങ്ങനെ അവർ വർഷയുടെ അമ്മ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ വീടൊക്കെ നല്ല രീതിയിൽ നിരീക്ഷിച്ച് നോക്കുകയാണ്. തൻ്റെ മകൾക്ക് പറ്റിയ വീടാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അകത്തേക്ക് കയറല്ല, അവിടെ പടിയിൽ അവിടെ നിൽക്കാണ്, അകത്തേക്ക് കയറാതെ. അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ രവീന്ദ്രൻ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. അവർ 3 പേരും അകത്തേക്ക് കയറാൻ മടിച്ച്, അതായത് വിളിക്കാതെ എന്തായാലും കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിൽക്കാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇതേ നോക്കിയേ നമ്മുടെ മോൻ വന്നു, നമ്മുടെ മരുമകളും മോളുടെ അമ്മയല്ലേ കൊണ്ടുവന്നാക്കിയത്, നിങ്ങൾ അതല്ലേ പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും രവീന്ദ്രൻ തന്നെ അതായത് പോലീസ് സ്റ്റേഷനിലാക്കിയത് കാര്യങ്ങളൊക്കെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് കാരണമാണല്ലോ പോലീസ് സ്റ്റേഷനിലായതായ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ആരോട് എന്ത് പറയണമെന്നൊന്നുമില്ല. ശരിക്കും ഒരു നിഷ്കളങ്കായ ഒരു മനസ്സുള്ളൊരു കുട്ടിയുടെ ഒരു മനസ്സാണ് ശരിക്കും അവൾക്ക്. അപ്പോൾ ആ സമയത്ത് എന്താ ഇവിടെ നിൽക്കണത്, നമുക്ക് ഭാഗത്തേക്ക് കടക്കാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പിടിച്ചു നിർത്താണ്, വേണ്ട അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ 3 പേരും അങ്ങനെ നിൽക്കാണ്. ആ സമയത്ത് അവിടെ ശ്രുതിയാണെങ്കിലും രേവതിയാണെങ്കിലും അവരെ അകത്തേക്ക് കയറ്റ് അച്ഛാ, അങ്ങനെ ഇങ്ങനെ നിർത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ശരി അകത്തേക്ക് കയറിക്കോ എന്ന് പറയാണ്. അങ്ങനെ അവർ 3 പേര് അകത്തേക്ക് കയറുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്നു.
ആ സമയത്ത് വേഗം വന്നിട്ട് ശ്രീകാന്തും വർഷയും അച്ഛൻ്റെ കാലിൽ വീഴുന്നുണ്ട്. മാപ്പ് അച്ഛ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കരയുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, നിന്റെ കണ്ണീര് കണ്ടിട്ടൊന്നല്ല, ഈ പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. എന്തായാലും ചെയ്തത് ചെയ്തു, ഇനി തെറ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, എല്ലാ മോളെ വർഷേ, മോളുടെ അച്ഛൻ എന്താ വരാഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തൊരു ബിസിനസ് കാര്യമായിട്ട് പോകാനുണ്ടായിരുന്നു, അല്ലാതെ ഇവിടേക്ക് വരാനുള്ള മടി കൊണ്ടല്ലേ, അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ഇല്ല, അതുകൊണ്ടല്ല, ഞാൻ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം എല്ലാവരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകളെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയെ കുറിച്ചിട്ട് രവീന്ദ്രനോടും ചന്ദ്രയോടൊക്കെ പറയുകയാണ് വർഷയുടെ അമ്മ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സച്ചി ആണെങ്കിൽ ഡോറിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം തട്ടുമ്പോൾ അത് ആരാ തട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അപ്പുറത്തെ വീട്ടിലാണെന്നൊക്കെ നുണ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രാദി. അങ്ങനെ ഒടുവിൽ രേവതി വന്ന് വാതിൽ തുറന്ന് കൊടുക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അപ്പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് രേവതി ആദ്യം പറയുമ്പോൾ ആരാ വന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ വയലൻ്റ് ആവുകയാണ് സച്ചി. ഇവൻ എന്തിനാ എവിടേക്ക് വന്നത്, ഇവനോട് ആരെവിടെ വന്നിരിക്കാൻ പറഞ്ഞു, ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ പറയാണ്, സച്ചി നീ മിണ്ടാതിരിക്കും, ഞാനില്ലേ ഇവിടെ പറയാനായിട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് ചോദിച്ച് അങ്ങനെ സച്ചിയുടെ വായ അടപ്പിക്കുന്നത് രവീന്ദ്രൻ തന്നെയാണ്. പിന്നെ അവരോടൊന്നും എതിർത്ത് പറയുന്നില്ല. അതിനുശേഷം എന്തായാലും ഇനി ഈ വീടാണ് മോളുടെ വീട്, ഇവിടെ നിന്നോ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ ഇവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ഇതെടുത്ത് കൊണ്ടുവരാനൊക്കെ ആരത് എടുത്ത് കുഴിഞ്ഞിട്ടൊക്കെയാണ് കയറ്റുന്നത് വീട്ടിലേക്ക്. അതിനുശേഷം അതായത് പൂജാമുറിയിൽ കയറിയിട്ട് വിളക്ക് കൊളുത്താൻ വേണ്ടി പറയുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സച്ചി അപ്പോഴേക്കും എന്തെങ്കിലും ആവും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പം പൂജാമുറിയിൽ കയറിയതിന് ശേഷം ഒരു തീപ്പെട്ടി കൊടുക്കുന്നുണ്ട് വർഷയുടെ കയ്യിൽ. വർഷയ്ക്കാണെങ്കിൽ ഒരു തീപ്പെട്ടി ഒരതാൻ പോലും അറിയില്ല. അപ്പോൾ ഈ പൂജാമുറിയിൽ കയറിയിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ആ തീപ്പെട്ടിക്കൂടിലെ എല്ലാ ഒരുവിധം തീപ്പെട്ടി ഒരതി താഴ്ത്തോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ ഓരോരുത്തരും താഴ്ത്തിടും, അടുത്തതൊരതും താഴ്ത്തിടും. അങ്ങനെ അത് മുഴുവൻ ആ പൂജാമുറി മുഴുവനും തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാവാണ്, ഒരു തീപ്പെട്ടിക്കൊള്ളി പോലും ഒരതാൻ അറിയില്ലേ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ മോളെ തീപ്പെട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നനഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ചിലപ്പോൾ നനഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, ഇല്ലില്ല പുതിയത് എടുത്തു കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ആ തീപ്പെട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, മോള് എന്താ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴെങ്കിലും തീപ്പെട്ടി വരതില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ പാചകം ചെയ്യാറില്ലല്ലോ, ഇപ്പോൾ പാചകം മുഴുവനും ശ്രീകാന്ത് അല്ലേ എന്നിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എടുത്തടിച്ച മാതിരി പറയുകയാണ്. അപ്പോൾ ശ്രീകാന്തിന് ആകെ ഒരു നാണക്കേട് പോലെ തോന്നുകയാണ്. അങ്ങനെ ചന്ദ്ര തീപ്പെട്ടി കത്തിച്ചിട്ട് വർഷയുടെ കയ്യിൽ കൊടുക്കുകയും വർഷ വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വിളക്ക് കൊളുത്തിയതിന് ശേഷം രേവതിയോടായിട്ട് പാലും പഴമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയണം. അപ്പം രേവതിയെ തീരെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. എപ്പോഴും അടുക്കളയിൽ ഒരു ജോലിക്കാരിയെ പോലെ ഇതെടുത്തുകൊണ്ട് വാ എന്നിങ്ങനെ ഓരോന്നിങ്ങനെ ആജ്ഞാപിച്ചു കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ പോയി പാലും പഴമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആ പാല് ആദ്യം തന്നെ ശ്രീകാന്തിനോട് കുടിച്ചിട്ട് പകുതി അവൾക്ക് കൊടുക്കാൻ പറയുകയാണ് ചന്ദ്ര. അപ്പം ആ സമയത്ത് അതെന്താ അങ്ങനെ, ഭർത്താവ് കുടിച്ചിട്ടാണോ അങ്ങനെ കുടിക്കേണ്ടത്, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുടിച്ചിട്ടാലും കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പാല് ഗ്ലാസ് എടുത്തിട്ട് ആദ്യം തന്നെ കുടിക്കുന്നത് വർഷയാണ്. എന്നിട്ട് ഇന്നടാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ വർഷ ആദ്യം കുടിച്ചിട്ട് രണ്ടാമതാണ് ശ്രീകാന്ത് കുടിക്കുന്നത്. അതുപോലെ തന്നെ പഴമാണെങ്കിലും ആദ്യം കഴിക്കുന്നത് വർഷയാണ്, അതിനുശേഷം ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചന്ദ്ര ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ, എന്ത് പെണ്ണാണെന്നുള്ള രീതിയിൽ. അതിനുശേഷം ശ്രുതിയോട് പറയുന്നുണ്ട്, വന്നിട്ടുള്ളത് ഒരു വിളഞ്ഞ വിത്താണെന്ന് തോന്നുന്നുണ്ട്, എന്താ ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും കൂടിയിട്ട് തൻ്റെ വാടക ആ ഒരു ഗസ്റ്റ് ഹൗസിലുള്ള വീട്ടിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തും വർഷയും പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ രവീന്ദ്രനും പുറത്തേക്ക് യൂണിയൻ ഓഫീസിലേക്കെന്നും പറഞ്ഞ് രവീന്ദ്രനും പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.